നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 9ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിലെ 5ാം ചാപ്റ്റർ ആണ്. എന്താണ് 5ാം ചാപ്റ്റർ? ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അഥവാ √2നെയും √3നെയും നമ്മൾ മൾട്ടിപ്പിൾ ചെയ്തു അല്ലെ, എങ്ങനെയൊക്കെ മൾട്ടിപ്പിൾ ചെയ്തു എന്നൊക്കെ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ഡിവിഷൻ ആണ് നമ്മളൊന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ചൊന്ന് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്തു നോക്കാം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ, √2 ഡിവൈഡഡ് ബൈ √2. അപ്പൊ രണ്ട് താഴെ മുകളിലും ഒരേ നമ്പർ ആയതുകൊണ്ട് ആ ഡിവിഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, √3 ഡിവൈഡഡ് ബൈ √3 എത്രയാണ്? 1 അല്ലെ. നമുക്കറിയാം 2/2 എന്ന് പറഞ്ഞാൽ വെട്ടിപ്പോയാൽ 1 ആണ് അല്ലെ. ഒരേ നമ്പർ ക്യാൻസലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 1. അതേപോലെ √5 ഡിവൈഡഡ് ബൈ √5 എത്രയാണ്? 1. ഇനി √7 ഡിവൈഡഡ് ബൈ √7 എത്രയായിരിക്കും? 1 ആയിരിക്കും. ഇനി ഫിഫ്ത്ത് വൺ, √8 ഡിവൈഡഡ് ബൈ √2. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? √2 ഇതിനകത്തേക്ക് 8 ഡിവൈഡഡ് ബൈ 2. അപ്പൊ 8നെ 2 ഡിവിഷൻ നടത്തിക്ക് എത്ര കിട്ടി? 4. അപ്പൊ √4 എത്രയാണ്? 2 ആണ്. അപ്പൊ √8 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ √8/2 അല്ലെ. റൂട്ടിനകത്തോട്ട് ആ 8 ഇട്ടു, പിന്നെ ഡിവൈഡഡ് ബൈ 2. ഇനി അങ്ങനെയാണെങ്കിൽ 27 ഡിവൈഡഡ് ബൈ 3 എങ്ങനെ എഴുതാ? √27 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ √9. √9 എത്രയാണ്? 3 ആണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യാം? √2 ഡിവൈഡഡ് ബൈ 2 ഇങ്ങനെയും ചെയ്യാം. √2/2 എന്ന് പറഞ്ഞാൽ √1 ഈക്വൽ ടു 1 അല്ലെ. അതിനായിട്ട് നല്ലത് നമുക്ക് 2/2 വെട്ടിക്കഴിഞ്ഞ് കൃത്യമായിട്ട് കിട്ടും. ഇനി അടുത്തത് 75 ഡിവൈഡഡ് ബൈ 5 അല്ലെ, √5. അപ്പൊ √75 ഡിവൈഡഡ് ബൈ 5 അല്ലെ. 75നെ നമ്മൾ ഒന്ന് ഡിവിഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. 5 കൊണ്ട് ഡിവിഷൻ നടത്താൻ പറഞ്ഞു. അപ്പൊ എത്ര കിട്ടി? √15 ആണ്. ഇനി അടുത്തത് 8th വൺ എത്രയാണ്? √21 ഡിവൈഡഡ് ബൈ 7 ആണ്. അപ്പൊ 21 ഡിവൈഡഡ് ബൈ 7 എന്ന് പറഞ്ഞാൽ √3 ആണ് അല്ലെ. 21 7 കൊണ്ട് ഡിവിഷൻ നടത്തി കഴിഞ്ഞാൽ എത്രയാണ്? 3 ആണ്. ഈ 9th വൺ 1/√3 ആണ്. അപ്പൊ നമുക്കിവിടെ 1/√3 ആണ് അല്ലെ. ഡിനോമിനേറ്റർ 3 ആണ് കിട്ടിയത്. ഇനി നേരത്തെ നമ്മൾ ഇതിനെങ്ങനെ കൊടുക്കുമ്പോൾ 1/√3നെ നമുക്ക് എങ്ങനെയാ? 1/1.732 ആണ് എന്ന് പറഞ്ഞാൽ 1 ഇട്ടു ഇതിനെ ഇങ്ങനെ ഡിവിഷൻ ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെ ഡിവിഷൻ ചെയ്യാൻ. അപ്പൊ അതിനു വേണ്ടി ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ആണ് നമുക്ക് പറയാൻ പോകുന്നത്. അപ്പൊ ആദ്യം എന്ത് ചെയ്തു? ഈ 1/√3 ഇതേപോലെ ഇട്ടു ഇൻറ്റു, ഇവിടെ നോക്കുക √3 ആണ്. അതേപോലെ ഞാൻ √3നെ താഴെയും മുകളിലും എന്ത് ചെയ്തു? മൾട്ടിപ്പിൾ ചെയ്തു. അതായത് √3 ഇവിടെ √3 ആയതുകൊണ്ട് താഴെയും മുകളിലും എന്ത് ചെയ്തു? √3 കൊണ്ട് എന്ത് ചെയ്തു? മൾട്ടിപ്പിൾ ചെയ്തു. ഈക്വൽ ടു 1 into √3 എത്രയാണ്? √3 ഡിവൈഡഡ് ബൈ √3 into √3 എന്ന് പറഞ്ഞാൽ 3 ആണ്. √3ന്റെ വാല്യൂ നമുക്ക് അറിയാം എത്രയാണ്? 1.732 ഡിവൈഡഡ് ബൈ 3. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇപ്പൊ ഇനി 1.732നെ ആരോട് ഡിവിഷൻ നടത്തുക? 3. എത്രയായി? 0.80 അല്ലെ. 5 into 3 ആണ് 15 ആണ്. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ അല്ലെ 7 23 ആകുമ്പോ എത്ര വരും? 7 ആയി. 7 into 20 ആണ്. അപ്പൊ എന്തായി? വീണ്ടും 22. ഇത് എത്രയായി? വീണ്ടും 7 into 3 21 ആയി മാറും. ആൻസർ എത്ര കിട്ടി? 0.577 അല്ലെ. ഇങ്ങനെ ചെയ്യേണ്ട ലാഭം നമുക്ക് ഇങ്ങനെയാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? 10th ക്വസ്റ്റ്യൻ, 1/√2 ഇൻറ്റു. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഇതിനെ? താഴെയും മുകളിലും ആരോട് ഗുണിക്കുക? √2 കൊണ്ട് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ. താഴെ √2 ആണ്, മുകളിലും എന്താണ്? √2 ആണ്. അപ്പൊ എന്ത് വരും? ഈക്വൽ ടു 1 into √2 എന്ന് പറഞ്ഞാൽ √2 ഡിവൈഡഡ് ബൈ √2 into √2 എത്രയാണ്? 2. ഇനി √2ന്റെ വാല്യൂ എത്രയാണ്? 1.414 ഡിവൈഡഡ് ബൈ 2 അല്ലെ. ഡിവിഷൻ നടത്താം. 1.414നെ എന്ത് ചെയ്യുക? 2 കൊണ്ട് എന്ത് ചെയ്യുക? ഡിവിഷൻ നടത്തുക. അപ്പൊ 0.7 into 2 14, 0. 1 ഇട്ടു, 1ൽ 2 പോയില്ല, അപ്പൊ 0 ഇട്ടു, 14 എത്ര? 7. അപ്പൊ എത്ര കിട്ടി നമുക്ക്? 0.707. നമുക്ക് ഇതേപോലെ വേണമെങ്കിൽ എന്ത് പറയാം? 1/√5 ആണെങ്കിൽ എങ്ങനെ എഴുതേണ്ടി നമുക്ക് അല്ലെ? താഴെയും മുകളിലും √5നെ താഴെയും മുകളിലും മൾട്ടിപ്ലൈ ചെയ്യാം. അതേപോലെ 1/√7 ആണെങ്കിലോ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? മുകളിലും താഴെയും എന്ത് ചെയ്യാം? √7നെ കൊണ്ട് എന്ത് ചെയ്യാം? നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ക്ലിയർ ആയല്ലോ? നമുക്ക് കുറച്ച് റിസൾട്ട് നമുക്ക് കണ്ടെത്തിയിരുന്നു. ക്ലിയർ ആയല്ലോ?
ഇനി അടുത്ത റൂട്ട് എ ഡിവൈഡഡ് ബൈ റൂട്ട് എ എന്ന 1. നമ്മൾ ആദ്യം ഏത് മെത്തേഡ് റൂട്ട് 2 ഡിവൈഡഡ് ബൈ റൂട്ട് 2 ചെയ്ത പോലെ അത് 1 ആണ്. അടുത്ത എന്തായിരുന്നു റൂട്ട് എ ഡിവൈഡഡ് ബൈ റൂട്ട് ബി എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എ ബൈ അല്ലെ റൂട്ട് 8 ഡിവൈഡഡ് ബൈ റൂട്ട് 2 ചെയ്തപ്പോൾ നമ്മൾ എഴുതിയിരുന്നു. ഇവിടെ 1 ബൈ റൂട്ട് എ ഈക്വൽ ടു റൂട്ട് എ ഡിവൈഡഡ് ബൈ എ അല്ലെ തൊട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തു പോയിരുന്നു. 1 ബൈ റൂട്ട് എ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. റിസൾട്ട് ആയിട്ട് വന്നു 1 ബൈ റൂട്ട് 3 എന്ന് പറഞ്ഞാൽ റൂട്ട് 3 ഡിവൈഡ് ബൈ 3 ഇതല്ലേ നമ്മള് അല്ലെ റൂട്ട് എ ഡിവൈഡഡ് ബൈ അതേപോലെ തന്നെ ഇവിടെയും വരിക 1 ബൈ റൂട്ട് 2 എന്ന് പറഞ്ഞാൽ റൂട്ട് 2 ഡിവൈഡഡ് ബൈ എ എന്ന രീതിയിലേക്ക് വന്നു. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത് റിസൾട്ട് ആക്കി പഠിച്ചു വെക്കുക. ഇനി അടുത്ത കുറച്ച് നമ്മൾ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ യൂസിങ് റൂട്ട് 3 ഈക്വൽ ടു 1.432 ഫൈൻഡ് റൂട്ട് ഓഫ് റൂട്ട് 3 ഡിവൈഡഡ് ബൈ 4 കറക്റ്റ് ടു 3 ഡെസിമൽസ്. അപ്പൊ കറക്റ്റ് ടു 3 ഡെസിമൽസ് ആണ് കാണാൻ പറഞ്ഞത്. അപ്പൊ ക്വസ്റ്റ്യൻ എന്താണ്? റൂട്ട് 3 ഡിവൈഡ് ബൈ 4 ആണ്. അപ്പൊ നേരത്തെ പോലെ റൂട്ട് 3 ഡിവൈഡഡ് ബൈ റൂട്ട് 4. റൂട്ട് 3 എന്ന് പറഞ്ഞാൽ 1.732 ഡിവൈഡഡ് ബൈ റൂട്ട് 4 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇതിനെന്ത് ചെയ്യുക? ഡിവിഷൻ നടത്തുക. 3 അല്ലെ ഡിവിഷൻ നടത്തുമ്പോൾ 2 ദാറ്റ് ഈസ് 0.8 16 ആയി 13 ആകുമ്പോൾ 6 12 1 12 6 അല്ലെ എത്ര ആയിട്ട്? അപ്പൊ ആൻസർ എത്രയാണ്? 0.866 ആണ് ഇതിന്റെ അല്ലെ നമുക്ക് 3 ഡെസിമൽസ് എന്ന് പറഞ്ഞപ്പോൾ 1 2 3 അല്ലെ പോയിന്റ് ശേഷം 3 പോയിന്റ് വരെ നമ്മൾ കണ്ടെത്തി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ യൂസിങ് റൂട്ട് 10 അപ്രോക്സിമേറ്റ് വാല്യൂ 3.16 കമ്പ്യൂട്ട് 1 ബൈ റൂട്ട് 10 കറക്റ്റ് ടു 3 ഡെസിമൽസ് ആണ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 1 ബൈ റൂട്ട് 10 ആണ്. നമുക്ക് ഇതിന് മുമ്പ് റിസൾട്ട് പഠിച്ചിരുന്നു. 1 ബൈ റൂട്ട് എ എന്ന് പറഞ്ഞാൽ റൂട്ട് എ ഡിവൈഡഡ് ബൈ എൻ. ഇവിടെ എന്റെ സ്ഥാനത്ത് ആരാ? 10 ആണ്. റൂട്ട് 10 ഡിവൈഡഡ് ബൈ എ എന്ന് പറഞ്ഞാലും 10 ഈക്വൽ ടു റൂട്ട് 10 അപ്രോക്സിമേറ്റ് വാല്യൂ 3.162 ആണ്. ഡിവൈഡഡ് ബൈ 10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.3162 ആണ് വാല്യൂ. ഈ റിസൾട്ട് ആണ് പഠിച്ചു വെക്കേണ്ടത്. 1 ബൈ റൂട്ട് എ എന്ന് പറഞ്ഞാൽ റൂട്ട് എ ഡിവൈഡഡ് ബൈ എ ആണ്. നോക്കുക ഈ തേർഡ് ക്വസ്റ്റ്യൻ യൂസിങ് റൂട്ട് 2 അപ്രോക്സിമേറ്റ്ലി 1.414 ഫൈൻഡ് അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് 3 by 5 root 2 3 decimal places. അപ്പൊ 3 by 5 into root 2 ഞാനിതൊരു ചെറുതായിട്ട് മാറ്റി ഈ റൂട്ട് 2 ഇങ്ങോട്ട് മാറ്റി എഴുതി. അപ്പൊ നമുക്ക് റിസൾട്ട് അറിയാം. 1 by റൂട്ട് എ എന്ന് പറഞ്ഞാൽ റൂട്ട് എ ഡിവൈഡഡ് ബൈ എ. അപ്പൊ അതിനെ മാറ്റി 3 by 5 into റൂട്ട് 2 ഡിവൈഡഡ് ബൈ 2 അല്ലെ 3 into റൂട്ട് 2ന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ എത്രയാണ്? 1.414 divided by 5 into 2 10 ആണ്. ഈക്വൽ ടു 1.414 into 3 മൾട്ടിപ്ലൈ ചെയ്യാം. എത്ര കിട്ടും വാല്യൂ? 12 3 4 12 4. അപ്പൊ 4.242 ഡിവൈഡഡ് ബൈ അല്ലെ 10 ആണ് വരുന്നത്. പോയിന്റ് ഇടുമ്പോ എന്താവും? 0.4242 ആണ് ആര് വരുന്നത്? റൂട്ട് അല്ലെ 3 by 5 റൂട്ട് 2ന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ ആയി വരുന്നത്. ഇനി അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ്? ഫോർത്ത് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് if root 3 approximate value 1.732 and root 5 approximate value 2.236 compute 1 by root 5 plus root 3 correct 2 decimal places ആണ്. അപ്പൊ തന്ന ക്വസ്റ്റ്യൻ എന്താണ്? 1 by root 5 plus root 3 ആണ് equal to 1 by root 5 plus root 3 into ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ കോഞ്ചുഗേറ്റിന് മൾട്ടിപ്ലൈ ചെയ്യാനാണ്. കാരണം ഒറ്റന്നാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായത്. രണ്ട് കോമ്പിനേഷൻ ആയിട്ട് വന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ റൂട്ട് 5 ആദ്യം എടുത്ത് എഴുതി റൂട്ട് 3 ആ നമ്പറിനെ എടുത്ത് അതേപോലെ ഇവിടെ താഴെ എഴുതി റൂട്ട് 5 റൂട്ട് 3. ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ഇവിടെ എന്താക്കി ഞാൻ മൈനസ് ആക്കി. ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാണ് റൂട്ട് 5 മൈനസ് റൂട്ട് 3. ഇതിനെങ്ങനെ എഴുതാം? ഇവിടെ റൂട്ട് 5 റൂട്ട് 3 റൂട്ട് 5 റൂട്ട് 3. ഇവിടെ മൈനസ് ആണ്. അപ്പൊ ഇവിടെ എന്താക്കിക്കണം? പ്ലസ് കൊടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഇതാണ് നമ്മുടെ കോഞ്ചുഗേറ്റ് മൾട്ടിപ്പിൾ ഈക്വൽ ടു അല്ലെ. അപ്പൊ റൂട്ട് 5 മൈനസ് റൂട്ട് 3 ഡിവൈഡഡ് ബൈ ഇവിടെ എന്ത് വന്നു? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന ഫോമിലേക്ക് വന്നു അല്ലെ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി.
എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന രീതിയിലേക്ക് വന്നു. ഇവിടെ എന്റെ സ്ഥാനത്ത് ആരാ? √5 ആണ് ഹോൾ സ്ക്വയർ. ബിന്റെ സ്ഥാനത്ത് ആരാ? √3 ആണ് അല്ലെ. എ എന്ന് പറഞ്ഞാൽ √5, ബി എന്ന് പറഞ്ഞാൽ √3 ആണ്. അപ്പൊ √3 സ്ക്വയർ. നമുക്ക് ആ √5ന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 2.236 മൈനസ് √3യുടെ വാല്യൂ 1.732 ഡിവൈഡഡ് ബൈ √5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 ആണ്. √3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പൊ മോൾക്ക് സബ്ട്രാക്ട് ചെയ്യാം അല്ലെ. എത്രയാണ്? 2.236 മൈനസ് 1.732 എത്രയും സബ്ട്രാക്ട് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും അല്ലെ? ഇവിടെ 4, ഇത് 0, ഇത് 5 പോയിന്റ്. അപ്പൊ 0.504 ഡിവൈഡഡ് ബൈ 5 മൈനസ് 2 എന്ന് പറഞ്ഞാൽ അല്ലെ 2 ആണ് അല്ലെ. 5 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇനി എന്ത് ചെയ്യാ? 0.504നെ ആരോട് ഡിവിഷൻ നടത്തുക? 2 കൊണ്ട് ഡിവിഷൻ നടത്തുക. 2 into 2 4 1 0 that is 5 10 അല്ലെ. 4 ആയി 4 എന്തായി 2 ആയി 2 into 4 0. അപ്പൊ ഇത് റെഡി 0.252 ആണ് നമ്മുടെ ആൻസർ വന്നത്. അപ്പൊ 0.252 എത്ര കിട്ടി? ഇതിന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ 2 ഡെസിമൽ പ്ലേസസ് വരെ കണ്ടെത്തി. നമ്മുടെ കണ്ടെത്തി 3 ആണ്, ക്വസ്റ്റ്യൻ 2 ആണ്, കുഴപ്പമൊന്നുമില്ല. 0.252 ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. കമ്പ്യൂട്ട് ദി ഫോളോയിങ് 1/4 plus √3 plus 1/4 minus √3. ഇനി എന്ത് ചെയ്യാ? ഇതിന് ചെയ്യാം. ഇത് ഒറ്റക്കാണെങ്കിൽ നമുക്ക് നേരത്തെ പോലെ കോൺജുഗേറ്റ് ചെയ്താൽ മതി. ഇത് രണ്ടെണ്ണം ഉണ്ട്, ഒരുമിച്ചാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 4 into 1 അല്ലെ. 4 into 1 എന്ന് പറയുമ്പോൾ 4 മൈനസ് ഇങ്ങനെ, അല്ലെങ്കിൽ 4 minus √3 into 1 ചെയ്യുമ്പോൾ എന്താവും? 4 minus √3 പ്ലസ് 4 plus √3 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? 4 plus √3 ഡിവൈഡഡ് ബൈ 4 plus √3 into 4 minus √3. അപ്പൊ ഇവിടെ a minus b അല്ലെങ്കിൽ a plus b into a minus b എന്ന ഫോമിലേക്ക് വന്നു. ഇവിടെ പ്ലസ് √3യും മൈനസ് √3യും ക്യാൻസൽ ആയി. അപ്പൊ 8 ഡിവൈഡഡ് ബൈ ഇവിടെ എന്തായി? 4 സ്ക്വയർ മൈനസ് √3 സ്ക്വയർ അല്ലെ. a plus b into a minus b എന്ന് പറഞ്ഞാൽ a സ്ക്വയർ മൈനസ് b സ്ക്വയർ. ഇവിടെ a എന്ന് പറഞ്ഞാൽ 4, b എന്ന് പറഞ്ഞാൽ √3. അപ്പൊ a സ്ക്വയർ 4 സ്ക്വയർ മൈനസ് √3 സ്ക്വയർ. അപ്പൊ 8 ഡിവൈഡഡ് ബൈ 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16, √3ന്റെ സ്ക്വയർ 3 ഈക്വൽ ടു 8/13 ആണ്. നമുക്ക് കമ്പ്യൂട്ട് എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ 2 3 ഡെസിമൽ പ്ലേസസ് എന്ന് പറയാത്തത് കൊണ്ട് നമ്മൾ ഇതിനെ 8/13 വരെ നിർത്തിയാൽ മതി. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിക്സ്ത് ക്വസ്റ്റ്യൻ. എന്താണ് സിക്സ്ത് ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദി പ്രോഡക്റ്റ് ഓഫ് √3 plus 2 and √3 minus 2? ഇതിനെ പ്രൊഡക്റ്റ് ചെയ്യാൻ √3 plus 2 into √3 minus √2. അപ്പൊ ഇവിടെ എന്തിട്ടി? a plus b into a minus b ആണ്. അപ്പൊ a സ്ക്വയർ നമ്മുടെ എന്റെ സ്ഥാനത്ത് √3 ആണ് സ്ക്വയർ, ബിന്റെ സ്ഥാനത്ത് √2ന്റെ സ്ക്വയർ. അപ്പൊ √3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3, √2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2. അപ്പൊ എത്ര? 3 minus 2 എന്ന് പറഞ്ഞാൽ 1. അപ്പൊ √3 plus 2 into അല്ലെ √3 plus √2 into √3 minus √2 equal to എന്താണ് അതിന്റെ പ്രൊഡക്റ്റ്? 1 ആണ്. അല്ലെ സെവൻത് ക്വസ്റ്റ്യൻ. എന്താണ് സെവൻത് ക്വസ്റ്റ്യൻ? Which among the following the reciprocal of √3 plus √2? അതിലെ ക്വസ്റ്റ്യൻ 1/√3 minus √2, b √3 minus √2, c √2 plus √3, d 1/√2 minus √3. അപ്പൊ ഇതിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ നമുക്ക് നേരെ 1/4 ഫോം ആണ് നമ്മൾ റെസിപ്രോക്കൽ എന്നാണ്. അപ്പൊ 1/√3 plus √2 ആണ് റെസിപ്രോക്കൽ. അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിനകത്ത് വന്നിട്ടേ അല്ലെ. ഇവിടെ പ്ലസ് ആണെങ്കിൽ കഴിച്ചതായിരുന്നു അല്ലെ, പക്ഷെ അങ്ങനെ ഓപ്ഷനേ വന്നിട്ടില്ല. അപ്പൊ ഇതിന്റെ കോൺജുഗേറ്റ് കൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും? മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ഇൻറ്റു അപ്പൊ ഇതിന്റെ കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ ആരൊക്കെയും? √3 മൈനസ് √2 അല്ലെ. ഇവിടെ പ്ലസ് ആയതിന് മൈനസ് ഡിവൈഡഡ് ബൈ √3 മൈനസ് √2 ഈക്വൽ ടു √3 മൈനസ് √2 ഡിവൈഡഡ് ബൈ അല്ലെ √3 പ്ലസ് √2 ഇൻറ്റു √3 മൈനസ് √2. തൊട്ട് മുമ്പ് നമ്മൾ കണ്ടെത്തിയിരുന്നു ആൻസർ എത്രയായിരുന്നു? 1 ആണ് അല്ലെ. അപ്പൊ √3 മൈനസ് √2
divided by 1 equal to root 3 minus root 2 ആണ്. അപ്പൊ ഓപ്ഷൻ ഏതാ? ബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ 6th ക്വസ്റ്റ്യൻ ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, അതുകൊണ്ടാണ് ഡയറക്റ്റ് ഞാൻ 1 എന്ന് എഴുതിയത്. അപ്പൊ ആൻസർ എത്ര കിട്ടി അല്ലെ? root 3 minus root 2 ആണ് വരുന്നത്. 8th ക്വസ്റ്റ്യൻ എന്താണ്? 8th ക്വസ്റ്റ്യൻ which among the following value of root of 20 plus root of 20 plus root of 22 plus root of 8 plus root of 1? ആൻസർ 5, root 2, root 3, root 5. ഒന്നുമില്ല, ഇതിന്റെ വാല്യൂ കണ്ടെത്തുക. അപ്പൊ ഇതുമായി ആഡ് ചെയ്യാം. ഇതിന്റെ വാല്യൂ അങ്ങനെ ചെയ്ത് പോയാൽ മതി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? റൂട്ട് 1ന്റെ വാല്യൂ അതേപോലെ ക്വസ്റ്റ്യൻ ആദ്യം എടുത്തെഴുതി 8 ഇങ്ങനെ റിവേഴ്സ് ഓർഡറിൽ പോയാൽ നമുക്ക് സുഖമാണ്. പ്ലസ് 20 പിന്നെ പ്ലസ് 20 ഈക്വൽ ടു റൂട്ട് 1ന്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. അപ്പൊ പ്ലസ് 8 കൂടി വന്നു. പ്ലസ് ഇവിടെ എന്താണ്? 22 പ്ലസ് 20 പ്ലസ് 20 അടുത്ത 9 വന്നു. പ്ലസ് 22 പ്ലസ് 20 പ്ലസ് 20. റൂട്ട് 9 എന്ന് പറഞ്ഞ എത്രയാണ്? 3 ആണ്. പ്ലസ് 22 പ്ലസ് 20 പ്ലസ് 20 22 പ്ലസ് 3 എത്ര? 25 പ്ലസ് പുറത്താരം കൊടുക്കുക 20 കൊടുക്കുക പ്ലസ് 20. 25ന്റെ റൂട്ട് എത്രയാണ്? 5 ആണ്. അപ്പൊ 5 പ്ലസ് 20 ആയി. പ്ലസ് 20 ഇനി ആഡ് ചെയ്യാം. അപ്പൊ എന്താവും? 25 പ്ലസ് 20 അപ്പൊ എന്താവും? 20 പ്ലസ് 5 അല്ലെ? 25ന്റെ റൂട്ട് 20. അപ്പൊ വീണ്ടും 25 ഈക്വൽ ടു എത്ര കിട്ടി? 5. ആൻസർ എ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഒന്ന് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ വാല്യൂസ് കണ്ടെത്തി പോയാൽ മതി. നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം? ആൻസർ എഴുതാൻ പറ്റും. ക്ലിയർ ആയല്ലോ? നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ്. പേജ് നമ്പർ 91 to 92. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് prove that root 2 plus 1 into root 2 minus 1 equal to 1 using this compute 1 by root 2 minus 1 correct 2 decimal places. Second one, compute 1 by root 2 plus 1 correct 2 decimal places. അപ്പൊ ആദ്യം നമ്മൾ കാണാൻ പറഞ്ഞ ഇതിന്റെ വാല്യൂ പ്രൂവ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ റൂട്ട് 2 പ്ലസ് 1 ഇൻറ്റു റൂട്ട് 2 മൈനസ് 1 നമുക്കറിയാം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ഇവിടെ എ എന്ന് പറഞ്ഞാൽ റൂട്ട് 2 ആണ്, അതിന്റെ സ്ക്വയർ പിന്നെ 1 സ്ക്വയർ ഈക്വൽ ടു 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 3t 1 ആണ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് കണ്ടെത്തി? ഇപ്പോ നമ്മൾ ഇതിന്റെ വാല്യൂ കണ്ടെത്തി. ഇനി എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കമ്പ്യൂട്ട് 1 by root 2 minus 1 കറക്റ്റ് 2 ഡെസിമൽ പ്ലേസസ് ആണ്. അപ്പൊ 1 by root 2 minus 1 ഈക്വൽ ടു 1 by root 2 minus 1 ഇൻറ്റു ഇതിനെ കോഞ്ചുഗേറ്റ് കൊണ്ട് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇതിന്റെ കോഞ്ചുഗേറ്റ് എന്താ വരിക? റൂട്ട് 2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് 2 പ്ലസ് 1. കാരണം ഇവിടെ മൈനസ് ആകുമ്പോൾ ഇവിടെ പ്ലസ് ആയി മാത്രം വരും. ഈക്വൽ ടു റൂട്ട് 2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ തൊട്ട് മുമ്പ് നമ്മൾ കണ്ടെത്തിയിരുന്നു ഇതിന്റെ പ്രൊഡക്റ്റ് 1 ആണ്. റൂട്ടിന്റെ വാല്യൂ 1.414 പ്ലസ് 1 ആഡ് ചെയ്യുമ്പോൾ എന്താവും? 2.414 ആണ് വരുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതിന്റെ കോഞ്ചുഗേറ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? കമ്പ്യൂട്ട് 1 by root 2 plus 1 ആണ്. അപ്പൊ 1 by root 2 plus 1 എങ്ങനെ ചെയ്താ? 1 by root 2 plus 1 into അല്ലെ? അതിനെ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എങ്ങനെ ചെയ്തും? അപ്പൊ ഇവിടെ റൂട്ട് 2 മൈനസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് 2 മൈനസ് ഇവിടെ പ്ലസ് ആവുമ്പോ ഇവിടെ മൈനസ് ആണ് ഈക്വൽ ടു റൂട്ട് 2 മൈനസ് 1 ഡിവൈഡഡ് ബൈ ഇത് മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ എത്രയാണ്? 1 ആണ്. റൂട്ടിന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ 1.414 മൈനസ് 1 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താവും? 0.414 ആണ് ആൻസർ ആയി വന്നത്. നമുക്ക് അടുത്തൊരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ എന്താണ്? സിംപ്ലിഫൈ റൂട്ട് 3 മൈനസ് റൂട്ട് 2 ഇൻറ്റു റൂട്ട് 3 പ്ലസ് റൂട്ട് 2. യൂസ് ദി കമ്പ്യൂട്ട് 1 by root 3 minus root 2 and 1 by root 3 plus root 2 കറക്റ്റ് 2 ഡെസിമൽ പ്ലേസസ് ആണ്. അപ്പൊ ഞാൻ ഇതിന്റെ ആൻസർ മാത്രമേ എഴുതുന്നുള്ളൂ. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കിട്ടുന്നില്ലേ എന്ന്. എത്ര ആയിരിക്കും?
1 ആണ് വരിക അല്ലെ? നമ്മളത് ചെയ്തിട്ടുണ്ട് തോന്നുന്നുണ്ട് ആ പ്രീവിയസ് ക്വസ്റ്റ്യനിലൊക്കെ. പിന്നെ അതേപോലെ 1/√3 മൈനസ് √2 ചെയ്ത് പോകുമ്പോൾ 3.146 ആണ്. അതേപോലെ 1/√3 പ്ലസ് √2 ചെയ്യുമ്പോൾ 0.318 ആണ് ഇതിന്റെ വാല്യൂ. ഇതൊന്ന് ചെയ്തു നോക്ക്. ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, compute the length of the sides of a equilateral triangle shown below correct to millimeter. കറക്റ്റ് ഡെസിമൽ പോയിന്റ്സിലേക്ക് കണ്ടെത്തിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ പേര് കൊടുത്തു ABC. പിന്നെ ഞാൻ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡിന് എന്ത് പേര് കൊടുക്കുകയാണ്? 2A എന്ന് കൊടുക്കുകയാണ്. അപ്പൊ ദ സൈഡ്സ് ഓഫ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ 2A. അപ്പൊ ഇവിടെ എന്താവും? 2A വും ഇവിടെയും 2A വും താഴെയും 2A വും. പിന്നെ ഈ ലെങ്ത് A ആയിരിക്കും, ഈ ലെങ്ത് എന്തായിരിക്കും? A ആയിരിക്കും. ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. ഇത് എന്നിട്ട് മാറ്റി വരച്ചു. അപ്പൊ AD-യുടെ ലെങ്ത് 4 സെന്റിമീറ്ററും DC-യുടെ ലെങ്ത് A സെന്റിമീറ്ററും AC-യുടെ ലെങ്ത് 2A. നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും, കാരണം ഇത് റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട്. അപ്പൊ എന്താണ് പൈതഗോറസ്? AC സ്ക്വയർ ഈക്വൽ ടു AD സ്ക്വയർ പ്ലസ് DC സ്ക്വയർ. അപ്പൊ AC എന്ന് പറഞ്ഞാൽ 2A സ്ക്വയർ ആണ്, ഈക്വൽ ടു AD എന്ന് പറയുമ്പോൾ 4 സ്ക്വയർ, DC എന്ന് പറയുമ്പോൾ A സ്ക്വയർ. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4A സ്ക്വയർ ഈക്വൽ ടു 16 പ്ലസ് A സ്ക്വയർ. 4ന്റെ സ്ക്വയർ 16. A സ്ക്വയർ അങ്ങോട്ട് കൊണ്ടുപോയി. 4A സ്ക്വയർ മൈനസ് A സ്ക്വയർ ഈക്വൽ ടു 16. ഇനി 4A സ്ക്വയർ എന്നൊരു A സ്ക്വയർ സബ്ട്രാക്ട് ചെയ്ത് എത്രയാ? 3A സ്ക്വയർ ഈക്വൽ ടു 16. അപ്പൊ A സ്ക്വയർ ഈക്വൽ ടു 16/3. അപ്പൊ A ഈക്വൽ ടു റൂട്ട് ഓഫ് 16/3. A ഈക്വൽ ടു √16 ഡിവൈഡഡ് ബൈ √3 ഈക്വൽ ടു 4/√3. ഇതിനെങ്ങനെ മാറ്റി എഴുതാം? 4 into 1/√3 ആണ്. നമുക്കറിയാം 1/√A എന്ന് പറയുമ്പോൾ √A ഡിവൈഡഡ് ബൈ നമുക്ക് റിസൾട്ട് അറിയാം. അപ്പൊ ഇവിടെ എന്റെ സ്ഥാനത്ത് ആരാ? 3 ആണ്. അപ്പൊ √3 ഡിവൈഡഡ് ബൈ 3 ആണ്. എന്ത് ചെയ്യാം? √3ന്റെ വാല്യൂ അപ്ലൈ ചെയ്യാം. 32 ഡിവൈഡഡ് ബൈ 3 ആണ് ഈക്വൽ ടു, അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യാം. 1.732 into 4 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? അല്ലെ? 8, ഇവിടെ 12, 28, 29, 4 plus 2 6. അപ്പൊ 6.928 ഡിവൈഡഡ് ബൈ 3 ആണ്. ഇനി എന്ത് ചെയ്യാ? ഇതിനെ ഡിവിഷൻ ചെയ്യാം. 6.928 ഡിവൈഡഡ് ബൈ 3. 2 into 3 ആണ് 6. പിന്നെ 9 ഇട്ടു, 9 എത്രയാവും? അല്ലെ വരിക 3 ആണ്. 3 into 3 9. പിന്നെ 2 പോകൂല, അപ്പോൾ 0 ഇട്ടു, അപ്പൊ 8 ഇറക്കിട്ടു. 28 9 into 3 27. അപ്പൊ എത്ര ആൻസർ കിട്ടി? 2.309 ആണ് അവിടെ വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പറഞ്ഞതാണ് അല്ലെ? ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ് ആണ്. അപ്പൊ A നമ്മൾ കണ്ടെത്തി. ഇനി നേരെ ആ ഇക്വേഷനിലേക്ക് കൊടുത്താൽ പോരെ? ദ സൈഡ് ഓഫ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഈക്വൽ ടു 2A സെന്റിമീറ്റർ. എന്റെ വാല്യൂ എത്രയാണ്? 2.309 ഈക്വൽ ടു 2.309 into 2 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്താവും? 18, പിന്നെ 6, പിന്നെ 4. അപ്പൊ 4.618 ആണ് ആര് വരുന്നത്? നമ്മൾ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ് ആയിട്ട് വരുന്നത്. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ. എന്താണ് തേർഡ് ക്വസ്റ്റ്യൻ? All red triangles in the picture are equilateral and of the same size. What is the ratio of the side outer and inner squares? ഇതൊക്കെ ഈ റെഡ് കാണുന്നതൊക്കെ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞു. ഇവിടെ ഒരു എന്തുണ്ട്? സ്ക്വയർ ഉണ്ട്, പിന്നെ പുറത്തൊരു സ്ക്വയർ ആണ്. ഈ ഔട്ട്സൈഡ് സ്ക്വയറിന്റെ ലെങ്ത്തും ഇന്നർ സ്ക്വയറിന്റെ ലെങ്ത്തും തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ലെങ്ത് കണ്ടുപിടിക്കണം അല്ലെ? ഈ ഇവിടെ മുതൽ ഇതുവരെ ഹൈറ്റ് ആണ് ഇത്ര വരുന്നത്, ഇതിന് മുതൽ ഇതിന്റെ ഹൈറ്റ് ആണ് ഇത് വരുന്നത്. പിന്നെ ഇത് നമുക്ക് അറിയാം ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ് ആണെന്ന് അറിയാം. അപ്പൊ ഹൈറ്റ് നമ്മൾ എന്തായാലും കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ ഞാൻ ആ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ മാറ്റി അല്ലെ, ആ മൊത്തം ഇങ്ങോട്ട് മാറ്റി വരച്ചു. എന്നിട്ട് ഇതിനകത്തൊക്കെ എന്താണ്? ഇതാണ് ആ കുഞ്ഞ സ്ക്വയർ എന്ന് പറഞ്ഞത്. പിന്നെ ഇതിനകത്തുള്ള എന്ത് വരുന്നത് അല്ലെ? ഇക്വലാറ്ററൽ ട്രയാങ്കിൾസ് വന്നിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? ഇനി എന്ത് ചെയ്യാൻ നമ്മള്? ഞാൻ ആ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡിനെ
2a ആക്കി എടുത്തു. തൊട്ട് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ അതേ പാറ്റേൺ തന്നെ. അതിന് എ ബി സി എന്ന് പേര് കൊടുത്തു, ഡി എന്ന് കൊടുത്തു. അപ്പൊ ഇവിടെ 2a ആയി, ഇവിടെ 2a ആയി, ഇവിടെ a ആയി, ഇവിടെ a ആയി മാറി. അപ്പൊ ഇവിടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഫോം ചെയ്തു, ഇങ്ങോട്ട് മാറ്റി വെച്ചു. ഇനി എന്ത് ചെയ്തു, ഇവിടെ നമുക്ക് എ ഡിയുടെ ലെങ്ത് അറിയില്ല എന്നു, അവിടെ നമുക്ക് 4 തന്നിട്ടുണ്ടായിരുന്നു, ഇവിടെ എ ഡിയുടെ ലെങ്ത് തന്നിട്ടില്ല. അപ്പൊ എന്ത് ചെയ്തു നമ്മള്, ഈ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തു. അപ്പൊ എ സി സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ 2a സ്ക്വയർ, എ ഡി അതേപോലെ എടുത്ത് എഴുതി, ഡി സി എന്ന് പറഞ്ഞാൽ a സ്ക്വയർ. അപ്പൊ 4a സ്ക്വയർ ഈക്വൽ ടു എ ഡി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അപ്പൊ എ ഡി സ്ക്വയർ ഈക്വൽ ടു 4a സ്ക്വയർ മൈനസ് എ ആണ്, ഈക്വൽ ടു എന്ത് വരും, 3a സ്ക്വയർ ആയി മാറി. ഇനി എ ഡി ഈക്വൽ ടു റൂട്ട് ഓഫ് 3a സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് 3a സ്ക്വയറിന്റെ വാല്യൂ. അപ്പൊ ഈ പെർപെൻഡിക്കുലർ സൈഡിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി നമുക്ക് അല്ലെ, റൂട്ട് 3a ആയി മാറി. അപ്പൊ നമ്മൾ നേരത്തെ വരച്ച ആ ഫിഗറിലേക്ക് നോക്കാം അല്ലെ. നമുക്ക് എന്ത് കിട്ടി, ഇവിടെ മുതൽ ഇവിടെ വരുന്ന ലെങ്ത് എന്ന് പറഞ്ഞാൽ റൂട്ട് 3a ആണ്. അത് ഇവിടെ നേരെ റൂട്ട് 3a ഇട്ടു. ഇവിടെ മുതൽ ഇതുവരെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്, റൂട്ട് 3a ആണ്. ഇവിടെ റൂട്ട് 3a ആണ്. ഇത് മൊത്തം 2a ആണ് വരുന്നത്. അതേപോലെ തന്നെ ഇത് മൊത്തം വരുന്നത് ഇവിടെ റൂട്ട് 3a ആണ്. ഇത് മുതൽ ഇതുവരെ വരുന്നത് എത്രയാണ്, റൂട്ട് 3a ആണ്. ഇത് 2a ആണ്. ഇതേ പ്രൊസീജിയറിനല്ലേ, ഇത് മൊത്തം പറഞ്ഞാൽ റൂട്ട് 3a ആണ്. ആ റൂട്ട് 3a ഇട്ടു. ഇവിടെ മുതൽ ഇത് ലെങ്ത് എന്ന് പറഞ്ഞാൽ റൂട്ട് 3a ആണ്, അത് ഇട്ടു. ഇനി ഇത് ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2a ആണ്, കാരണം ഇക്വൽ ടു ട്രയാങ്കിളിന്റെ സൈഡ്. ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, റൂട്ട് 3a ആണ്. ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ റൂട്ട് 3a ആണ്. പിന്നെ ഇത് 2a ആണ്. ഔട്ടർ സ്ക്വയറിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്, റൂട്ട് 3aയും റൂട്ട് 3aയും 2aയും തമ്മിൽ ആഡ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഇന്നർ സ്ക്വയറിന്റെ എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ ഇതുവരെയുള്ള ലെങ്ത് നമുക്ക് കണ്ടെത്തും. പിന്നെ എന്ത്, ആരൊക്കെ സബ്ട്രാക്ട് ചെയ്യാൻ മതി, ഇവിടെ മുതൽ ഇതുവരെയുള്ള 2aയും ഇവിടെ മുതൽ ഇതുവരെയുള്ള 2aയും തമ്മിൽ ആഡ് ചെയ്തിട്ട് മൊത്തം ലെങ്ത് ഒന്ന് സബ്ട്രാക്ട് ചെയ്യുക. അതായിരിക്കും ഈ സ്മോൾ സ്ക്വയറിന്റെ സൈഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. ഇപ്പൊ നമ്മൾ ആദ്യം എഴുതാൻ പോകുന്നത് എന്താണ് അല്ലെ, സൈഡ് ഓഫ് ദി ഔട്ടർ സ്ക്വയർ ഈക്വൽ ടു എന്താണ്, റൂട്ട് 3a പ്ലസ് റൂട്ട് 3a പ്ലസ് 2a ആണ്. ഇവിടെ എത്ര റൂട്ട് 3 ഉണ്ട്, 2 ഉണ്ട്. റൂട്ട് 3a കൂട്ടണം റൂട്ട് 3a. ഇവിടെ 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്. ഞാൻ ആ 2നെ ഔട്ട് സൈഡ് എടുത്തു. ഇവിടെ a ഉണ്ട്, ഇവിടെ a ഉണ്ട്, അതിനെ ഔട്ട് സൈഡ്. ബാക്കി ആരുള്ളൂ, റൂട്ട് 3 പ്ലസ് 1. ഇവിടെ ആരും ഇല്ലെങ്കിൽ 1 കൊടുത്തു. ഇനി അടുത്തെന്താണ്, സൈഡ് ഓഫ് ഇന്നർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്, ഇതെന്നെ എടുത്ത് എഴുതണം. ഔട്ടർ സ്ക്വയറിന്റെ ഫുൾ ലെങ്ത് എടുത്തും എന്നിട്ട് എന്ത് ചെയ്യണം, ആര് മാറ്റി സബ്ട്രാക്ട് ചെയ്യണം, 2 2aയുമായിട്ട് എന്ത് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം അല്ലെ. ഇത് ഇവിടെ 2a ആണ്, പിന്നെ ഇത് മുതൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 2a ആണ്. അപ്പം മൊത്തം ആഡ് ചെയ്യുന്ന ഈ 2aയും ഈ 2aയും ആഡ് ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്യണം. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. റൂട്ട് 3a പ്ലസ് റൂട്ട് 3a പ്ലസ് 2a മൈനസ് 2a പ്ലസ് 2a. അപ്പൊ ഇവിടെ 2 എന്തായി അല്ലെ, a റൂട്ട് 3 ആണ് പ്ലസ് 2a മൈനസ് 4a മാറി അല്ലെ. നേരത്തെ ഈ സ്റ്റെപ്പ് തന്നെ ഇവിടെ നേരത്തെ എഴുതിയിട്ടുള്ളൂ. ഈക്വൽ ടു 2a റൂട്ട് 3 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താവും, മൈനസ് 2a മാറി. എന്താ അവിടെ കിട്ടിയിരിക്കണേ, ഈക്വൽ ടു അല്ലെ 2a റൂട്ട് 3 മൈനസ് 2a ആണ് വരുന്നത് അല്ലെ. 4a നിന്ന് 2a സബ്ട്രാക്ട് ചെയ്താൽ മൈനസ് 2a. അപ്പൊ രണ്ട് സൈഡിലും ആരുണ്ട്, ഒരു 2a കോമൺ ആക്കി എടുത്തു. അപ്പൊ റൂട്ട് 3 മൈനസ് 1 ആയി. ഇതിന്റെ റേഷ്യോ ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ എന്താണ്, 2a ഇൻറ്റു റൂട്ട് 3 പ്ലസ് 1 റേഷ്യോ അല്ലെ, 2a ഇൻറ്റു റൂട്ട് 3 മൈനസ് 1. ഇവിടെ കോമൺ ആയിട്ട് ആരുണ്ട്, 2a എന്തായി, ക്യാൻസൽ ആയി പോയി. ബാക്കി എന്തേ ഉള്ളൂ, റൂട്ട് 3 പ്ലസ് 1 ഈസ് ടു റൂട്ട് 3 മൈനസ് 1 ആണ് നമുക്ക് ആര് വന്നത്, റേഷ്യോ ആയി വന്നത്. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ. എന്താണ് ഫോർത്ത് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് റൂട്ട് ഓഫ് 2/3 ഈക്വൽ ടു 2 റൂട്ട് ഓഫ് 2/3 ആൻഡ് 3/8 ഈക്വൽ ടു 3/8. ഫൈൻഡ് നമ്പർ ലൈക്ക് ദിസ്. ഇത് കണ്ടുപിടിക്കുക, ഇതേപോലെയുള്ള നമ്പറും എഴുതാണ്. അപ്പൊ നമുക്ക് ആദ്യം ഇതിനെ ഉള്ളത് 2/3 ആണ്. ഇതൊരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അപ്പൊ ഞാൻ എന്താക്കി, സാധാരണയിലേക്ക് മാറ്റി എഴുതി. 3 into 2 plus 2
divided by 3 equal to 6 plus 2 divided by 3, that is 8 by 3. 8 ഞാൻ ഇങ്ങനെ 4 into 2 divided by 3 ആക്കി. അതിനെ ഒന്നുകൂടി മാറ്റി ഇങ്ങനെ എഴുതി കൂടെ 4 into 2 by 3. ഇനി എന്ത് ചെയ്യുക, റൂട്ട് കൊടുക്കുക. റൂട്ട് ഓഫ് 2 by 3 equal to root of 4 into 2 by 3. അപ്പൊ എന്ത് ചെയ്താം, റൂട്ട് 4 into root of 2 by 3. റൂട്ട് 4 എത്ര, 2. റൂട്ട് ഓഫ് 2 by 3 എന്നായി. അപ്പൊ ഒന്നാമത്തെ നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി രണ്ടാമത്തെ 3 by 8 ആണ്. അപ്പൊ 3 plus 3 by 8 equal to 3 into 8 plus 3, നമ്മളെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ by 8 equal to 20 എത്രയാണ് അല്ലെ, 4 plus 3 divided by 8 equal to 27 by 8. ഈ 27 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ നോക്കണം അല്ലെ, 9 into 3 by 8 ആക്കി മാറ്റി എഴുതാം. അപ്പൊ 9 into 3 by 8 ആക്കി. അപ്പൊ 3 by 8 റൂട്ട് കൊടുത്തപ്പോ റൂട്ട് ഓഫ് 3 into 3 by 8. ഒന്നുകൂടി മാറ്റി എഴുതുമ്പോ റൂട്ട് 9 into root of 3 by 8 എത്ര കിട്ടി, 3 into 3 by 8 ആയി വന്നു. ഇനി അതർ ലൈക്സ് എന്ന് പറഞ്ഞു. അപ്പൊ ഒന്നാമത്തെ എങ്ങനെ എഴുതി കൂടെ, 4 by 15 equal to 4 into root of 4 by 15. ഇനി രണ്ടാമത്തത് root of 5 by 15 equal to 5 into 5 by root 15 ആക്കി എഴുതാം. ക്ലിയർ ആയല്ലോ. ഇനി ഫിഫ്ത് ക്വസ്റ്റ്യൻ എന്താണ്? ഫിഫ്ത് ക്വസ്റ്റ്യൻ, among the pairs of number given below, find this for which the quotient of the first second is a natural number or fraction. First one, root 72 comma 2, root 2. Second one, root 27 comma root 3. Third one, root 125 comma root 50. Fourth one, root 10 comma root 2. Fifth, root 20 comma 5, root 18 comma 8. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? റൂട്ട് 72 ഡിവൈഡഡ് ബൈ റൂട്ട് 2 ആണ്. ഇതിനെങ്ങനെ മാറ്റി? റൂട്ട് 72 by 2 എന്ന് പറഞ്ഞാൽ റൂട്ട് 36. എത്ര കിട്ടി? 6 ആണ്. ഇനി റൂട്ട് 27 ഡിവൈഡഡ് ബൈ റൂട്ട് 3 ആണ്. അപ്പൊ എന്താ, റൂട്ട് ഓഫ് 27 by 3 എത്രയാണ്? റൂട്ട് 9. റൂട്ട് 9 എത്രയാണ്? 3 ആണ് വന്നത്. അടുത്തത് റൂട്ട് 125 ഡിവൈഡഡ് ബൈ റൂട്ട് 50. നേരെ മാറ്റി 125 ഡിവൈഡഡ് ബൈ 50. അപ്പൊ പോയിന്റ് വരും ഡിവിഷൻ അർത്ഥം. അപ്പൊ അവിടെ നിർത്തിയാൽ മതി. അടുത്ത് റൂട്ട് 10 ഡിവൈഡഡ് ബൈ 2. അപ്പൊ എന്താ, റൂട്ട് ഓഫ് 10 by 2 ഈക്വൽ ടു റൂട്ട് 5. അടുത്ത് റൂട്ട് 20 ഡിവൈഡഡ് ബൈ റൂട്ട് 5. അപ്പൊ 20 ഡിവൈഡഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ റൂട്ട് 4 ഈക്വൽ ടു 2. റൂട്ട് 18 ഡിവൈഡഡ് ബൈ റൂട്ട് 8 എന്ന് പറഞ്ഞാൽ റൂട്ട് 18 by 8. അപ്പൊ പോയിന്റ് വരും. അപ്പൊ ഇവിടെ നിർത്തിയാൽ മതി. ക്ലിയർ ആയല്ലോ. ഇതോടുകൂടി നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ആയി.